ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്ളോഗിൽ ഒരു മത്തിമീൻ കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ഒരു മത്തിമീൻ കറി, പുളിമുളകാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനേക്കായി മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഈ വീഡിയോ ഫുള്ളായിട്ട് നോക്കുക, സ്കിപ്പ് ചെയ്യാതെ നോക്കുക. മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മീൻ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. മത്തി മീനാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ ക്ലീനാക്കിയിട്ട് ഉപ്പിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഉപ്പിട്ട് കഴുകി വെച്ചാൽ ഉളുമ്പ് മണക്കില്ല, അതുകൊണ്ടാണ്. പിന്നെ ഇതൊരു 1 kg അടുത്തുണ്ട് ഈ മീൻ. അപ്പോൾ ഇത് കറിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മണ്ണച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. മണ്ണച്ചട്ടി നല്ലതുപോലെ ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിയിട്ട് വരുമ്പോൾ അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഇതിൽ അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 മീഡിയം സൈസ് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഉള്ളി ഇട്ട് കൊടുത്തിട്ട് പിന്നെ കൂടെ തന്നെ കരിവേപ്പില ഇട്ട് കൊടുക്കണം. ഇത് ഇട്ട് കൊടുത്ത് പിന്നെ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആക്കണം. ഉള്ളിൻ്റെ ഒക്കെ പച്ചമണം പോയി നല്ല ഒരു ഗോൾഡൻ കളർ വരുന്നവരെ നല്ലോണം ഫ്രൈ ആക്കി കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇപ്പോൾ ഉള്ളിയൊക്കെ നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനെ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കണം. തക്കാളിയൊക്കെ നല്ലോണം വെന്തിട്ട് കുഴഞ്ഞ് കിട്ടണം. അപ്പോൾ ഈ ഉള്ളിയും തക്കാളിയൊക്കെ എല്ലാം വേകാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തക്കാളി ഉള്ളിയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ഒക്കെ പച്ചമണം പോയിട്ടുണ്ട്. ഇതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ മുളക് പൊടി 3 ടേബിൾ സ്പൂണും, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂണും പിന്നെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ വാളംപുളി വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ പുളിവെള്ളത്തിൽ തന്നെ നല്ലോണം വഴറ്റിയെടുക്കുക. ഈ ഉള്ളിയും തക്കാളിയോ മസാലകളൊക്കെ ഉണ്ടല്ലോ, അതിനെ പുളിവെള്ളത്തിൽ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ പൊടികളുടെ കുറച്ച് പച്ചമണം പോയിട്ടുണ്ട്. ഇതിലേക്ക് ഞങ്ങൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ലൂസാക്കുക. അതായത് നമുക്ക് കറി എത്ര തിക്നെസ് വേണമെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കി തിളപ്പിക്കുക. അപ്പോൾ ഇപ്പോൾ കറിയൊക്കെ കുറച്ച് ഏകദേശം തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വരുമ്പോൾ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ കറി നല്ലോണം തിളയ്ക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ഈ കഴുകി വെച്ച മീനുണ്ടല്ലോ, ആ മീൻ ചേർത്ത് കൊടുക്കാം. മീൻ ചേർത്ത് കൊടുത്തിട്ട് ഒരു കരിവേപ്പില തണ്ടും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്.
പിന്നെ കുറച്ച് നേരം കൂടി തിളപ്പിച്ചെടുക്കുക. അതായത് ജാസ്തി ഇങ്ങനെ തിളപ്പിക്കാൻ പാടില്ല, കാരണം മീനുകളെല്ലാം നല്ല ഉടഞ്ഞു പോകും. അതുകൊണ്ട് ഒരു 2-3 തിള വരുമ്പോൾ നമ്മൾ അടുപ്പിൽ നിന്ന് വാങ്ങിയെടുക്കുക. അപ്പോൾ കറി നല്ലതുപോലെ വെട്ടി തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വ്ളോഗിൽ വേറൊരു റെസിപ്പി ആയിട്ട് വരാം. താങ്ക് യു.